നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം. ഓപ്പറേഷൻ തൂഫാൻ. കയ്പമംഗലത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 2.5 കിലോയോളം ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിൽ. ലഹരിക്കെതിരെ നാടൊന്നിക്കുന്നു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായി യോഗ കളരിപ്പയറ്റ് സമന്വയ കളരി നടത്തി. വാർത്തകളിലേക്ക് വിശദമായി. ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലത്ത് നടത്തിയ പരിശോധനയിൽ 2.5 കിലോയോളം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 2.5 കോടി രൂപ വിലമതിക്കുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലഹരി വസ്തുവാണ് പിടികൂടിയത്. സംഭവത്തിൽ 21 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട അർജുൻ തമ്പി, കൂട്ടാളിയായ അജിനാസ്, 17 വയസ്സുള്ള കുട്ടി എന്നിവരെ കയ്പമംഗലം പോലീസും തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPSന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാളമുറിയിലെ അർജുൻ തമ്പിയുടെ വീട്ടിലും പരിസരത്തും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ലഹരി ശേഖരം കണ്ടെത്തിയത്. വീട്ടുപറമ്പിൽ നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണർ കാറിലും വീട്ടിനകത്തു നിന്നാണ് ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തത്. ലഹരിക്കടത്തിന് ഉപയോഗിച്ചതായി കരുതുന്ന ഫോർച്യൂണർ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലെത്തിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഉപയോഗിച്ച് ചില്ലറ വിൽപ്പന നടത്തിയിരുന്നതായി പോലീസ് അറിയിച്ചു. പ്രമുഖ ക്രിമിനൽ സംഘങ്ങളുമായി അർജുൻ തമ്പിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കുട്ടികളെ ലഹരിക്കടത്തിന് ഉപയോഗിച്ചതും ലഹരി വസ്തുക്കൾ കൈമാറിയതും ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. നർക്കോട്ടിക് സെൽ DYSP അബ്ദുൽ സലാം, ഇരിഞ്ഞാലക്കുട DYSP M സന്തോഷ് കുമാർ, കയ്പമംഗലം SHO ബിജിത് KT എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധനയും അറസ്റ്റും നടത്തിയത്. ഫിഫ ലോകകപ്പ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന ബില്യൺ തൂഫാൻ ഗോൾസ് പരിപാടി വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് RCLP സ്കൂളിൽ നടന്നു. ലഹരി മാഫിയയ്ക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് നടന്ന ചടങ്ങ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജെൻസ് തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ഗോൾ ഷൂട്ടുകൾ നടത്തി. തുടർന്ന് കുട്ടികളെ വിവിധ ഗ്രൂപ്പുകളാക്കി ഫുട്ബോൾ മത്സരം നടത്തുകയും 1, 2, 3 സ്ഥാനം നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പരിപാടിക്ക് ആവേശം നൽകുന്നതിനായി വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞെത്തിയ കുട്ടികൾ അവരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ചിത്രങ്ങൾ, ഫ്ളാഗുകൾ എന്നിവ കൈയിലേന്തി റാലി നടത്തുകയും ചെയ്തു. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുനിര അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് നൈസൻ പൗലോസ്, സ്കൂൾ മാനേജർ സതീഷ് വലിയപറമ്പിൽ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുബ്രഹ്മണ്യൻ, MPTA പ്രസിഡന്റ് മെൽറ്റ ലിജോ, അജിൽ TS എന്നിവർ സംസാരിച്ചു. വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. BJP മഹിളാ മോർച്ച പ്രസിഡന്റ് രഖന ബിനീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അംബിക ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അശോകൻ ചെമ്പിപ്പറമ്പിൽ, സുമി മനോജ്, സംഗീത നവോദയ, സന്തോഷ് തോപ്പിൽ, കണ്ണൻ വിവേകാനന്ദ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം. TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 ജൂൺ 28 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലെ കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സംസ്ഥാന യുവജനക്ഷേമ കായിക മന്ത്രി OG ജെനീഷ് ഉദ്ഘാടനം ചെയ്യും. നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തും. കേരള വിഷൻ സ്മാർട്ടിന്റെ ഉദ്ഘാടനം ഇരിഞ്ഞാലക്കുട MLA തോമസ് ഉണ്ണിയാടൻ നിർവഹിക്കും. കയ്പമംഗലം MLA KK വത്സരാജ് സൗജന്യ ബ്രോഡ്ബാൻഡ് കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും.
മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ അഭിലാഷ് മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും COA സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC, NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AS പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ജയാബിനി, പ്രധാനാധ്യാപിക സുനിത, ഗൈഡ് കമ്മീഷണർ ബീന PV, സ്കൗട്ട് മാസ്റ്റർ ഹിമ, JRC കോർഡിനേറ്റർ സിംബിൾ P സതീഷ്, NSS കോർഡിനേറ്റർ ശലഭ ശങ്കർ, ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകർ രഘുരാം, ഷൈജ എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ സൈക്കിൾ റാലി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AS പ്രമോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികൾ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന സ്കിറ്റും അവതരിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃപ്പയാർ കിഴക്കേനട യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. താന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. കിഴക്കേനട യൂണിറ്റ് പ്രസിഡന്റ് സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗവൺമെന്റ് താന്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 SSLC പരീക്ഷകളിൽ A+ നേടിയവരെയും കിഴക്കേനട യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളെയും പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 സയൻസിൽ 1200-ൽ 1200 മാർക്ക് നേടിയ ആര്യ രാധാകൃഷ്ണനെയും ആദരിച്ചു. തളിക്കുളം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും റിട്ടയേർഡ് മലയാള അധ്യാപികയുമായ ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ, നിയോജകമണ്ഡലം ട്രഷറർ ഷാജഹാൻ, ബിജുമോൻ, AC പീറ്റർ എന്നിവർ സംസാരിച്ചു. മനസ്സോടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ രക്ഷിതാക്കൾക്ക് കൊടുക്കുകയാണ്. രക്ഷിതാക്കളാണ് ഏറെ പ്രിയപ്പെട്ടവർ, ഏറെ ആദരിക്കപ്പെടേണ്ടവർ, ഏറെ സ്നേഹിക്കേണ്ടവർ. തങ്ങളുടെ മക്കളെ വഴിതെറ്റാതെ ഏത് ലക്ഷ്യബോധത്തോടെയാണോ അവരെ വളർത്തേണ്ടതെന്ന കൃത്യമായ ബോധമുള്ളത് കൊണ്ട് തന്നെ അവരെ ആ വഴിക്ക് വളർത്താൻ നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറാകുന്നു. ആ രക്ഷിതാക്കൾക്ക് ഒരു വലിയ നമസ്കാരം തരികയാണ്. മറ്റൊന്ന്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കൊച്ചു കുട്ടികളാണിവർ. പറക്കാൻ പോകുന്നതിനുള്ള പൂമ്പാറ്റയുടെ പ്യൂപ്പകളെ ആയിട്ടുള്ളൂ. ഇനി പൂമ്പാറ്റ പോലെ പാറിപ്പറന്ന് വർണ്ണമുള്ള ചിറകുകളായി ഈ സമൂഹത്തിലേക്ക് പോകുമ്പോഴാണ് എത്രമാത്രം അപകടങ്ങൾ ഇവർക്ക് നേരെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഇവർ മനസ്സിലാക്കാൻ പോകുന്നത്. HVACR എംപ്ലോയീസ് അസോസിയേഷൻ ചാവക്കാട് താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ ലോക റെഫ്രിജറേഷൻ ദിനാചരണവും ട്രെയിനിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി
ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. HVACR എന്ന് പറയുന്നത് ലോകമാകെ അംഗീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ പോകണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടെക്നീഷ്യന്മാരായി പ്രവർത്തിക്കുന്ന ആളുകളുമായുള്ള വ്യക്തിബന്ധങ്ങളിലൂടെയും സൗഹൃദ സംഭാഷണങ്ങളിലൂടെയുമാണ് HVACR എന്ന് പറയുന്ന കൂട്ടായ്മയെ കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള യൂണിഫോം ധരിച്ച് തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം നേടിയ സ്കിൽഡ് ലാബേഴ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ എന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഭക്ഷ്യ സുരക്ഷയും ആരോഗ്യവും കാത്തു സൂക്ഷിക്കുന്നവരും മനുഷ്യ ജീവിതത്തിൻ്റെ ദൈനംദിനമായിട്ടുള്ള നിരവധിയായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നവരാണ്. ചാവക്കാട് താലൂക്ക് പ്രസിഡന്റ് ജോയ്സൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KK കിരൺ വിശിഷ്ടാതിഥിയായി സംബന്ധിച്ചു. ജില്ലാ പ്രസിഡന്റ് സാബു, ജില്ലാ സെക്രട്ടറി ഗിരീഷ്, ജില്ലാ കമ്മിറ്റി അംഗം PM മധുലാൽ, ചാവക്കാട് താലൂക്ക് സെക്രട്ടറി രമേശ് P എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രെയിനർ നിഷാദ് MAയുടെ നേതൃത്വത്തിൽ മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ, തൊഴിൽ നൈപുണ്യ വികസനം എന്നിവയെക്കുറിച്ചുള്ള പരിശീലന ക്ലാസ് നടന്നു. വാളമുക്ക യുവജനവേദി വായനശാലയുടെ 7ാമത് CV സിദ്ധാർത്ഥൻ മാസ്റ്റർ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച വൈകിട്ട് 3:30 യുവജനവേദി മൈതാനത്ത് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങ് പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി TM റോയ് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിൽ 1ാം റാങ്ക് നേടിയ അധ്യാപക പരിശീലക K അഞ്ജലി മുഖ്യാതിഥിയായിരിക്കും. സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ കോയമ്പത്തൂർ കൃഷ്ണമ്മാൾ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ TR അഭിരാമിയെ ചടങ്ങിൽ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ വായനശാല സെക്രട്ടറി KK രാമകൃഷ്ണൻ, പ്രസിഡന്റ് ബിന്ദു ഘോഷ്, യുവജനവേദി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ജൂബിലി K അപ്പുകുട്ടൻ, വായനശാല ജോയിന്റ് സെക്രട്ടറി ധർമ്മൻ കളപ്പുര എന്നിവർ പങ്കെടുത്തു. യോഗയും കളരിപ്പയറ്റും ആത്മവികാസമെന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ജീവിതശാസ്ത്രമാണെന്ന് സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ കളരിപ്പയറ്റ് സമന്വയ കളരി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ സത്യത്തില് ആ പുഴയുടെ അടിത്തട്ടിൽ വരുമ്പോൾ ഈ രണ്ട് കരകളും ഒന്നായിട്ടാണ് പോകുന്നത്. അത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ. ഇതുപോലെയാണ് യോഗയും കളരിയും. കാരണം ഇതിന്റെ ഒക്കെ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. ഈ ലോകം മുഴുവൻ ഹൗ ടു ബിക്കം പവർഫുൾ എന്ന് ചിന്തിക്കുമ്പോൾ, എങ്ങനെയാണ് നമുക്ക് പവർഫുൾ ആകാൻ കഴിയുക എന്ന് ലോകം മുഴുവൻ ചിന്തിക്കുമ്പോൾ ഭാരതം ചിന്തിക്കുന്നത് ഹൗ ടു ബിക്കം പീസ്ഫുൾ എന്നാണ്. എങ്ങനെ നമുക്ക് സമാധാനം നേടാം എന്നുള്ളതാണ് ഭാരതം ചിന്തിക്കുന്നത്. ഭാരതം എല്ലാ കാര്യത്തിലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം അതാണ്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ ഏത് സ്വർണ്ണാഭരണം കണ്ടാലും അയാൾ അതിന്റെ ഡിസൈനിനെ കുറിച്ചിട്ടല്ല വ്യാകുലത, അല്ലെങ്കിൽ ഡിസൈനിലേക്ക് അല്ല അയാൾ ശ്രദ്ധിക്കുക. അയാളത് സ്വർണ്ണമാണോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക. അയാളുടെ ചിന്ത സ്വർണത്തിലേക്കാണ് പോകുക. ഇതുപോലെയാണ് ഭാരതം. മണലൂർ തുള്ളൽ കളരിയിൽ നടത്തിയ ചടങ്ങിൽ പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. തുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ്, IGNCA ഡയറക്ടർ സുമിത് ഡേ മുഖ്യാതിഥിയായി. വല്ലഭട്ട കളരി ആചാര്യൻ കൃഷ്ണദാസ്, യോഗ ഗുരു അനീഷ് ശിവാനന്ദ, ആബിൽനാഥ് മണലൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഴുവിൽ ഗോകുലം വിദ്യാർത്ഥികളുടെ യോഗ നൃത്താവിഷ്കാരവും സംഗീത കച്ചേരിയും ഓട്ടംതുള്ളൽ എന്നിവയും അരങ്ങേറി. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ലയൺസ് ക്ലബ്ബ് വർഷാരംഭത്തോടനുബന്ധിച്ച് 20ാം റീജിയൻ സേവന പദ്ധതികളുടെ ഭാഗമായി MM മെഡിക്കൽ കെയറും സൈമൺ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ജൂലൈ 1 രാവിലെ 9 മണലൂർ സാന്റ് ജോസ് കെയർ ഹോമിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് റീജിയൻ ചെയർമാൻ പീതാംബരൻ രാരമ്പത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേത്രപരിശോധന, ഭക്ഷ്യക്കിറ്റ് വിതരണം, രോഗി ധനസഹായ വിതരണം, വൃക്ഷത്തൈ വിതരണം എന്നിവയും നടക്കും. മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ തൈറോയിഡ് പ്രമേഹ പരിശോധനകളും ഉണ്ടായിരിക്കും. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞാണിയിലെ 2 ലയൺസ് ക്ലബ്ബുകൾക്ക് പുറമെ വെങ്കടങ്ങ്, ഏങ്കടിയൂർ, വാടനപ്പള്ളി, തളിക്കുളം, നാട്ടിക, പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ്ബുകളുടെ സഹകരണവും പരിപാടികൾക്കുണ്ടാകും. സോൺ ചെയർമാൻമാരായ രാജൻ ജോസ്, ഹരിലാൽ അപ്പുക്കുട്ടൻ, KR വാസൻ,
പ്രഭാരാജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഒരിടവേള കൂടി. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ വാടനപ്പള്ളി മാർക്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അമൽ ഷാ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പരിധിയിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. യൂണിറ്റ് സെക്രട്ടറി അസീബ അസീസ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ റെജിന രാജു, മേഖലാ ട്രഷറർ ശ്രീജിത്ത്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ B മുരളീധരൻ, ഷൈജ ഉദയകുമാർ, വസുദേവ് എന്നിവർ സംസാരിച്ചു. MB പ്രസാദ്, ബ്രാഞ്ച് സെക്രട്ടറി TN ഉദയകുമാർ, CS ഗിരീഷ്, റഷീദ്, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ ഹരി, ഹിമ, ശ്രീജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളിപ്പോൾ നമ്മൾ എന്താ പറയുക, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പറയുക LKG UKG തലം മുതൽ നമ്മൾ കുട്ടികളെ കൊണ്ടാക്കുന്നുണ്ട്. ആ തലം മുതൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പ്രഷർ കൊടുക്കുന്നുണ്ട്, പഠിക്കാനുള്ളത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രഷർ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ
പ്രാധാന്യത്തോടുകൂടി കാണുന്നത് 10ാം ക്ലാസ്സാണ്. SSLC എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടെൻഷനാണ് അല്ലേ? അമ്മമാർക്കൊക്കെ ഒരു ടെൻഷൻ. SSLC എങ്കിലും നല്ല മാർക്ക്. എനിക്ക് പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, പണ്ടത്തെ പോലെ വാശി കുറഞ്ഞിട്ടുണ്ട്, രക്ഷിതാക്കളുടേതാണെങ്കിലും മക്കളതാണെങ്കിലും. അന്തരിച്ച ഏങ്ങണ്ടിയൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന MA സീബുവിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചേറ്റുവ ഷാ ഇന്റർനാഷണൽ ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഗുരുവായൂർ MLA NK അക്ബർ മുഖ്യപ്രഭാഷണം നടത്തി. ജോൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രകാശ് കടവിൽ, പ്രേമചന്ദ്രൻ പുതൂർ, KV അശോകൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സേവ്യർ പുലിക്കോട്ടിൽ, ബിന്ദു സുരേഷ്, ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, റോഷിനി, ഇർഷാദ് ചേറ്റുവ, സൈഫുള്ള, KB സുധ, ലത്തീഫ് ഹാജി, നൌഷാദ് കുട്ടിലിങ്ങൽ, രാജൻ കട്ടുത്തിണ്ടി എന്നിവർ സംസാരിച്ചു. ഇതുപോലെയാണ് ചെയ്യുക. നമ്മളെ വീട്ടില് ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് ആശുപത്രി പറഞ്ഞത് ചാവക്കാട് ആശുപത്രിയിലുള്ള ഭക്ഷണ പരിപാടി. അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ ഒരു ടീം എന്നെ മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു. അന്നൊന്നും ഞാൻ അത്ര വലിയ പരിചയമില്ല ഈ ഭക്ഷണ പരിപാടിയൊക്കെ. പിന്നീട് അതങ്ങനെ നിന്നുപോയി ഈ ആലോചന. പിന്നീട് അതിന് ശേഷം ഇവിടെ പ്രതിനിധിയായി വന്നു. എത്രയോ പേര് ഞാൻ കഴിഞ്ഞ അനുശോചനങ്ങൾക്ക് പറഞ്ഞു തന്നെ പറയാൻ കഴിയില്ല. അതിലെ ചിലത് നമുക്ക് തീരെ മറക്കാൻ കഴിയില്ല. അത് ഒരു കാര്യം മൂപ്പരെ ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടനപ്പള്ളി യൂണിറ്റ് കൺവെൻഷൻ സമാപിച്ചു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ ചേർന്ന യോഗം KSSPU ജില്ലാ പ്രസിഡന്റ് EB ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ലളിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MB മധു നവാഗതർക്ക് സ്വീകരണം നൽകി. യൂണിറ്റ് സെക്രട്ടറി NK ലോഹിതാക്ഷൻ, ട്രഷറർ AM അബ്ദുൽ ജലാൽ, TC റീത്ത, BN ജയാനന്ദൻ, NAP സുരേഷ് കുമാർ, KN വിമല, K പ്രഭാകരൻ പിള്ള, P പങ്കജം, VB രഘു തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനമന്ത്രിയും നേരിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് 1984 മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് പോലെ തന്നെ പെൻഷൻകാർക്കും പക്ഷേ നടപ്പിലാക്കിയാൽ മാത്രം പോരല്ലോ. ഈ ശമ്പള പരിഷ്കരണത്തിന്റെ ബെനിഫിറ്റ് 1985 മുതൽ മാത്രമേ പെൻഷൻകാർക്ക് ലഭ്യമാകൂ. അപ്പൊ 2 വർഷക്കാലം. അപ്പൊ 1900 പെൻഷൻകാർക്ക് ലഭ്യമായത് അല്ലെ 83 കിട്ടേണ്ടതാണ്, കിട്ടിയില്ല. എന്നിട്ട് പിന്നെ നമുക്ക് കിട്ടിയത് ഏതാണ് 1984. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി പുത്തൻപെടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ ഗിൽമി കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപ്പാടം, സിന്ധു M, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. മുറ്റിച്ചൂർ സ്വദേശി അബ്ദുൽ കരീം വലിയകത്ത്, വള്ളൂർ സ്വദേശി അനിരുദ്ധൻ വടക്കൂട്ട്, അന്തിക്കാട് സ്വദേശി രാഗി ഏറാട്ട്,
കോക്കാമുക്ക് സ്വദേശി ബാലകൃഷ്ണൻ ചാലിയത്ത് എന്നിവരാണ് ജൂൺ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. കാഞ്ഞാണി സെന്റ് തോമസ് ദേവാലയത്തിലെ ദുക്രാന തിരുനാളിന് കൊടിയേറി. വ്യാഴാഴ്ച വൈകിട്ട് ലതീഞ്ഞ്, പാട്ടുകുർബാന, സന്ദേശം, നൊവേന, കൊടിയേറ്റം എന്നിവ നടത്തി. ഫാദർ പോൾ മാളിയമ്മാവ് കാർമ്മികത്വം വഹിച്ചു. ജൂലൈ 2, 3 എന്നീ തീയതികളിലായി തിരുനാൾ ആഘോഷിക്കും. ജൂലൈ 2 വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കൂടുതുറക്കൽ, തുടർന്ന് വീടുകളിലേക്ക് തിരുശൂലം എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. വൈകിട്ട് 9:30 വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള തിരുശൂലങ്ങൾ പള്ളിയങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് ആകാശ വിസ്മയവും നടക്കും. ജൂലൈ 3 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജിയോ എടക്കളത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പുഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ജോസ് പെരേപ്പാടൻ സഹകാർമ്മികനാകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ദാവീദ് വിധേയത്തിൽ, കൈകാരന്മാരായ ഡെനിസ് ജോർജ്, AF നിക്സൺ, ജോസി ബി ചാക്കോ, PRO അഡ്വക്കേറ്റ് സന്തോഷ് മണ്ടുംപാല എന്നിവർ നേതൃത്വം നൽകും. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ സാനി തെരേസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ L വിഷ്ണു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് സിജോ മാത്യു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അധ്യാപകർ, PTA, MPTA പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് 2:30 അനുമോദന സദസ്സ് സംഘടിപ്പിക്കുന്നു. ഡൊറോത്തിയ മച്ചിങ്ങൽ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രേമൻ ഉദ്ഘാടനം നിർവഹിക്കും. DM ഫൗണ്ടേഷൻ അവാർഡ് ഗ്രന്ഥശാല മുഖ്യരക്ഷാധികാരി ധനഞ്ജയൻ K മച്ചിങ്ങൽ വിതരണം ചെയ്യും. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ മുഖ്യാതിഥിയായിരിക്കും. തൃപ്പയാർ സേതുകുളത്തിന് സമീപം പുല്ലാർക്കാട്ട് ലീല ടീച്ചർ നിര്യാതയായി. 86 വയസ്സായിരുന്നു. മൂത്തകുന്നം ഗവൺമെന്റ് LP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. പരേതനായ മൃത്യുഞ്ജയനാണ് ഭർത്താവ്. ആലപ്പാട് CHSC സൂപ്രണ്ട് ഡോക്ടർ മിനി തമ്പി മകളാണ്. ജയരാജൻ തമ്പി മരുമകനാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ തൂഫാൻ, കയ്പമംഗലത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 2.5 കിലോയോളം ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിൽ. ലഹരിക്കെതിരെ നാടൊന്നിക്കുന്നു. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായി യോഗ കളരിപ്പയറ്റ് സമന്വയ കളരി നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.